ഫ്രണ്ട്സ്, നമ്മളാണ്ട് ഈ വിറവെല്ലാം കുത്തിക്കീറി വെക്കാൻ പോവേണ്. കുറെ വലിയ വലിയ വിറവുകളേ ഉള്ളു കേട്ടാ, ചുള്ളികളൊന്നുമില്ല. നമ്മളെ വിറവ് വരെയും ഇതാണ് കേട്ടോ നമ്മള് വിറവ് വര. വിറവ് വരയിൽ ഇതെല്ലാം വലിയ വലിയ ഇച്ചിരി വിറവുകളേ ഉള്ളു. പിന്നെ ഞങ്ങളെ വീട്ടിലെ ഈ വിറവ് വരയ്ക്ക് ഞങ്ങൾ ആട്ടുംപര എന്നാണ് പറയുന്നത്. കാരണം പണ്ട് ഞങ്ങൾക്ക് ആടുണ്ടായിരുന്നു. അന്നേ ആട്ടുംപര എന്ന് പറഞ്ഞ് അപ്പൊ അതങ്ങ് ശീലമായി. ഇപ്പൊ കണ്ടാലും അത് ആട്ടുംപര എന്നേ പറയുള്ളൂ. ഇതെല്ലാം അങ്ങ് പുറ്റായിപ്പോയി. ഒരു വർഷം മുമ്പേ ഒരു പ്ലാവ് മുറിച്ചപ്പോ എടുത്ത് വെച്ചതാ. ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയുന്നില്ല. മൊത്തം അങ്ങ് പുറ്റ്. ചെതലെടുത്തെല്ലാം അങ്ങ്. എത്ര നാളുണ്ടേ അമ്മ പറയുന്നത് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. വിറകെല്ലാം ഇല്ല, ആകെ എത്ര വിറവേ ഉള്ളു. വിറവിന് പോണെന്ന് പെട്ടെന്ന് ആക്കിയിട്ടാണ് വിറവിന് പോവേ. ഇവിടെ പുറ്റായിപ്പോയി മൊത്തം. പോയിക്കാനുള്ള പരിവായി മൊത്തം അങ്ങോട്ട് ഇങ്ങനായിപ്പോയി, ഒടിഞ്ഞു പോകും. പിന്നെ കുറച്ച് റബ്ബറിന്റെ ഒക്കെ വിറവുണ്ടെന്ന് അതൊക്കെ നല്ലോണം കീറി ഇടാൻ പറ്റും. പക്ഷെ ഇത് പറ്റുന്നില്ല. ഇതൊക്കെ ഇടുമ്പോഴേ ഒടിഞ്ഞൊടിഞ്ഞു പോകും. ആ പരിവായി ആരുള്ള വിറവുണ്ട് കേട്ടാ. ഇതെല്ലാം പറക്കി എടുക്കണം. എന്നിട്ട് അതെല്ലാം പറക്കി അതുപോലെ വെക്കണം. വൃത്തിയാക്കി അടിയിലോട്ട് എല്ലാം ചെറുതായിരിക്കുന്നുണ്ട്. അപ്പം നമ്മള് വിറവ് കുറച്ചൊക്കെ കീറി ഇട്ട് കേട്ടാ. ഇനി ബാക്കി കീറാനുണ്ട്. ബാക്കിയെല്ലാം കുറച്ച് വലുതാണ്, അതൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പറ്റുന്ന കീറിയിട്ട് ഇനി ബാക്കി പിന്നെ കീറാൻ. പഴങ്കഞ്ഞി കുടിച്ചിട്ട് ഞാൻ നേരത്തെ കുടിച്ചായിരുന്നു കേട്ടോ. ഇന്നത്തെ ചീനി, മീൻകറി, ചീരത്തോരൻ, പൊരിച്ചമീൻ, നെല്ലിക്ക. പിന്നെ നമ്മള് നമ്മളിത്തിരി പുളിമുളകും കൂടെ ഞാടി. ഉണക്കുണ്ടായിരുന്നു, തീർന്നുപോയി. അപ്പം ഇതെല്ലാം വരിക്കണം, കുറച്ച് ജോലിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ, പിന്നെ കാണാം. കൈ കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ.